ഇപ്പോൾ മാങ്ങ സീസൺ ആണല്ലോ. ഇപ്പോൾ നമ്മൾ മാവിൻ്റെ ചോട്ടിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് മാങ്ങ പഴുത്ത് താഴെ കിടക്കുന്നുണ്ടാവും. അങ്ങനെ നമുക്ക് കുറേ മാങ്ങകളൊക്കെ കിട്ടുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നല്ല പഴുത്ത മാങ്ങ ഒരു 4 തൊലി കളഞ്ഞിട്ട് ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇതിലോട്ട് കൂടെ തന്നെ വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം. പോലെ തിള വന്ന് കഴിയുന്ന സമയത്ത് നമുക്കിത് ഫുള്ളായിട്ട് 2 മാങ്ങ ഇട്ടിട്ടുണ്ട്. 2 മാങ്ങ ഞാൻ കട്ട് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കട്ട് ചെയ്ത മാങ്ങ ഒന്നും ചെയ്യണ്ട. ഫുള്ളായിട്ട് കട്ട് ചെയ്യാത്ത മാങ്ങ നമുക്കിതൊന്നും തിരിച്ചു മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ രണ്ടും 2 രീതിയിലിട്ടാണ്. അത് കട്ട് ചെയ്ത മാങ്ങ എന്ന് വെച്ചാൽ ഒരു ഭാഗം കംപ്ലൈൻ്റ് ആയ ഭാഗം ഉണ്ടാവുമല്ലോ, കേടുന്ന ഭാഗം ഉണ്ടാവുമല്ലോ, ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയതാട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ആയത്. അല്ലെങ്കിൽ ഫുള്ളായിട്ട് കിട്ടണമെങ്കിൽ ഫുള്ളായിട്ട് തന്നെ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഗ്രേവി ടൈപ്പാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വല്ലാതെ വെള്ളം വറ്റിക്കണ്ട. അല്ലെങ്കിൽ നല്ലോണം വെള്ളം വറ്റിച്ചങ്ങോട്ട് കളയാട്ടോ. നിങ്ങൾക്ക് നല്ല തിക്കായിട്ടാണ് വേണ്ടതെങ്കിൽ തിക്കായിട്ടാണ് കുറച്ച് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എങ്ങനെയാണോ നിങ്ങൾക്ക് ഇഷ്ടം അതേപോലെ ചെയ്യട്ടോ. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് വെള്ളം വറ്റിക്കുന്നുണ്ട്. ഞാൻ ഓവർ തിക്കുമല്ല, ഓവർ ലൂസും ആയിട്ട് അല്ലാത്ത രീതിയിലാണ് കേട്ടോ തയ്യാറാക്കുന്നത്. എന്താണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറയാൻ മറന്നുപോയി. മാമ്പഴ പുളിശ്ശേരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 4 അച്ച് ശർക്കര ഉരുക്കിയത് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് പുളിശ്ശേരി തിക്കായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറഞ്ഞ വെള്ളത്തിൽ ശർക്കര ഉരുക്കിയാൽ മതി. അതല്ല കുറച്ച് ലൂസായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളത്തിൽ ശർക്കര ഉരുക്കി ഒഴിക്കുക കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം ഇപ്പോൾ വെള്ളം ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് നല്ല പോലെ കത്തിച്ചിട്ട് ഇത് വറ്റിച്ചെടുക്കണം. കൂടുതലായിട്ട് വറ്റണ്ട, ലൂസായി വേണ്ടവർക്ക് ഒരു അത്യാവശ്യത്തിന് കുറച്ച് വറ്റിക്കഴിഞ്ഞാൽ മതി. ഇനി നമുക്ക് ഈ ഒരു സമയത്ത് ഒരു 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ആ നെയ്യിൻ്റെയും ഈ ശർക്കരയുടെയും ഒക്കെ ഒരു ഫ്ലേവർ നമ്മുടെ മാങ്ങയിലേക്ക് ഇറങ്ങി ചെല്ലണം. അപ്പം നല്ല ഒരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറുമാണ് കേട്ടോ. ഇനി ഈ ശർക്കരപ്പാനിയിലും നെയ്യിലും കിടന്നിട്ട് നമ്മൾ മാങ്ങ കുറച്ചൊന്ന് വേവട്ടെ. ഒരു 5-10 മിനിറ്റ് ഒന്ന് ഇതുപോലെ ഇളക്കി ഒന്ന് വേവിക്കട്ടെ ഒരു മീഡിയം ഫ്ലെയിമിൽ. നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക, കാരണം ശർക്കരയിൽ ഉപ്പ് ഉണ്ടാവും. അപ്പോൾ കുറച്ചൊരു ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി മീഡിയം ഫ്ലെയിമിൽ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കുക. ഈ സമയത്ത് നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 കപ്പോളം തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കൊരു 2-3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഒരു 1/2 കപ്പ് തൈര് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ മാത്രം മതി. ഇതെല്ലാം കൂടി നല്ലപോലെ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. നല്ല പേസ്റ്റായിട്ട് അരക്കണം കേട്ടോ. അതുപോലെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അതിൽ ആ തേങ്ങാ കഷ്ണങ്ങളൊന്നും കിടക്കാൻ പാടില്ല കേട്ടോ. പിന്നെ ഇതിലോട്ട് വെള്ളം ഒഴിക്കരുത്. ആ തൈരിൻ്റെ ആ ഒരു വെള്ളത്തിൽ തന്നെ അരച്ചെടുക്കണം കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു മാങ്ങ നല്ലപോലെ വെന്തിങ്ങനെ പുരണ്ട് വരുമ്പോൾ നമുക്കിതിലോട്ട് നമ്മൾ അരച്ച തേങ്ങ ഉണ്ടല്ലോ, ആ തേങ്ങാക്കൂട്ട് അത് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് എത്രയാണോ വെള്ളം വേണ്ടത് ആ ഒരു വെള്ളത്തിൻ്റെ സ്റ്റേജ് എത്തുമ്പോൾ തേങ്ങ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് ലൂസായിട്ടാണ് ഇഷ്ടം, അതുകൊണ്ട് ഞങ്ങൾ വല്ലാതെ വെള്ളം വറ്റിച്ചിട്ടില്ല. അപ്പോൾ വെള്ളം വേണ്ടാന്നുള്ള ആൾക്കാരാണെങ്കിൽ ആദ്യം തന്നെ കൂടുതൽ വെള്ളം ഒഴിക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തുടക്കത്തിലെ വെള്ളം കുറച്ചിട്ട് ഒഴിക്കുക. പിന്നെ അതേപോലെ ശർക്കരപ്പാനിയിലും വെള്ളം കുറച്ചിട്ട് ഒഴിക്കുക കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്തിടാം. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. താളിക്കാനായിട്ട് പാൻ ചൂടാകുന്ന സമയത്ത് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇത് നെയ്യ് തന്നെ വറവിടണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ നല്ല ഒരു ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ നമ്മൾ നല്ല പ്യൂർ ഗീ തന്നെ എടുക്കുക. ഗീ ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് ചൂടാകുന്ന സമയത്ത് നമുക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടുന്ന സമയത്ത് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ടിട്ട് നമുക്കിതൊന്ന് താളിച്ച് വയ്ക്കാം. വേറെ ഒന്നും ഇതിലോട്ട് ആവശ്യമില്ല കേട്ടോ. ഇത്ര മാത്രം മതി. ഇനി നമുക്കിതൊന്ന് വറവിട്ട് കൊടുക്കാം. നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ പഴുത്ത മാങ്ങയൊക്കെ കിട്ടുന്ന സമയത്ത് നമുക്ക് ചുളിവിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ മാങ്ങയൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കട്ടോ. ഇഷ്ടമായാൽ ഫ്രണ്ട്സിന് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും ചെയ്യട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.